ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞോ? പോലീസ് ഡ്രൈവർ ആവണ്ടേ? നമുക്ക് കേരള PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പോലീസ് ഡ്രൈവർ തസ്തികയെ അടിസ്ഥാനമാക്കിയ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് പഠിക്കാം, നമുക്ക് കേൾക്കാം. എൻ്റെ പേര് രാഖിൽ RS. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ CPO പരീക്ഷ സിലബസിനെ ആധാരമാക്കിയ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പ്രതിപാദിക്കുന്ന സുപ്രധാനമായ ഒരു ഭാഗം എന്താണ്? NDPS ആക്ട് 1985, നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 എന്ന നിയമത്തിലെ പ്രധാനപ്പെട്ട സെഷൻസ് സിലബസിൽ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളോടൊരു ചോദ്യമാണ്, നിങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞോ? എന്തിനാണ്? പോലീസ് ഡ്രൈവർ ആകാൻ ഒരുക്കമാണോ? ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്ന് ചോദിച്ചാൽ തീവ്രമായ ആഗ്രഹം മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് കഴിയണം, അല്ലേ? ആ പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷാ സിലബസിനെ ആധാരമാക്കിയ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു ക്ലാസ്, ഒരു കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ആരംഭിക്കുന്നു. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. കൃത്യമായിട്ടുള്ള അധ്യാപകരുടെ, കേരളത്തിലെ തന്നെ മികച്ച അധ്യാപകരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകും. ഒപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായ മെന്റർഷിപ്പ് ഇവിടെ നിന്ന് ലഭിക്കും. PDF നോട്ട് കിട്ടും. കൃത്യമായി OMR പരീക്ഷകൾ നടത്തുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ സാധൂകരിക്കാനുള്ള അവസരവും ഇവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മികച്ച കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചുവടെ കാണിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ലൈവ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് ഒന്ന് പോകാം. നോക്കുക, പോലീസ് ഡ്രൈവറിന്റെ ജോലി ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. നമുക്കെല്ലാം അറിയാം, ഏതൊരു കാര്യവും നാം തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സ്വന്തമാകും, അല്ലേ? നിങ്ങൾ കേട്ട് കാണും പൗലോ കൊയ്ലോ പറഞ്ഞത്, അല്ലേ? ഇഫ് യു വാണ്ട് സംതിങ്, എൻ്റർ യൂണിവേഴ്സ് കൺസ്പേഴ്സ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. ഒരു ലക്ഷ്യം നേടാനായി തീവ്രമായി ആഗ്രഹിച്ചാൽ ആ ലക്ഷ്യം നേടാനായി പ്രകൃതി പോലും നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും. സ്വാഭാവികമായിട്ടും നന്നായി ആഗ്രഹിക്കുക. അടുത്ത് നിങ്ങളെ അലട്ടുന്ന മറ്റൊരു ചോദ്യം സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നാണ്. ഇനി ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം കേരള PSCയുടെ സിലബസ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനകത്ത് IPSC എന്നോ IPC എന്നോ CRPC എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നോ ഒന്നും പറയുന്നില്ല. പുതിയ നിയമങ്ങളായ BNS എന്ന് പറയുന്നില്ല, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയെന്നോ സാക്ഷ്യ അധിനിയമൊന്നും പറയുന്നില്ല. നേരെ മറിച്ച് ഒഫൻസസിന്റെ ലിസ്റ്റാണ്, ഒഫൻസസിന്റെ ടൈപ്സ് ആണ്, ക്രൈമിന്റെ വേരിയേഷൻ ആണ്, അതിന്റെ ഇല്ലിസ്ട്രേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, എക്സംഷൻസ് ആണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്നൊരു ടോപ്പിക്ക്, ഒഫൻസസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ടോ, ഒഫൻസസ് അഗൈൻസ്റ്റ് വിമൺ ആൻഡ് ചൈൽഡ് എന്നിങ്ങനെ കൊടുത്തിരിക്കും. എന്ന് പറയുമ്പോൾ സെഷൻസ് കൊടുക്കുന്നില്ല. നേരെ മറിച്ച് ആ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ശിക്ഷാ നിയമത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വസ്തുതകൾ, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, അതിൻ്റെ ശിക്ഷാവിധികൾ എന്തെല്ലാമാണ്, ആ കുറ്റകൃത്യമാകുന്നത് എപ്പോഴാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അഥവാ സെഷൻസ് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ഉറപ്പിക്കണം പുതിയ നിയമത്തിലെ വകുപ്പുകൾ തന്നെയാണ് PSC ചോദിക്കുക. അതായത് IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻസ് ഇനി ചോദിക്കില്ല. നേരെ മറിച്ച് അതിൻ്റെ ക്ലോസുകളോ ആ ക്രൈമിന്റെ ഡീറ്റെയിലിങ്ങോ അതിന്റെ ഇല്ലിസ്ട്രേഷനോ മാത്രമായിരിക്കും ചോദിക്കുക. സെഷൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതായിരിക്കും ചോദിക്കുക? പുതിയ നിയമത്തിലെ സെഷൻസ് ആണ് ചോദിക്കുക. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഈ പറയപ്പെട്ട ടോപ്പിക്കിലേക്ക് വലിയ കൺഫ്യൂഷൻ വേണ്ട. ഏതാണ്? NDPS ആക്ടിൽ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 എന്ന നിയമത്തിൽ കൺഫ്യൂഷൻ ഇല്ല. കാരണം ഈ നിയമത്തിൽ പണ്ടും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ എന്താണെങ്കിലും ശരി, നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കാണെന്ന് അറിയണം. പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷാ സിലബസിനെ ആധാരമാക്കിയ സ്പെഷ്യൽ ടോപ്പിക്ക്, അല്ലേ? നമുക്കറിയാം 20 മാർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടോപ്പിക്ക് എന്താണ്? നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്, ദി നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985. 2 മാർക്കിന് സിലബസിൽ പ്രതിപാദിക്കുന്ന 20 മാർക്കിൽ 2 മാർക്ക് ഈ ഒരു ടോപ്പിക്കാണ്. ഇതിൽ പറയുന്നത് ഒന്ന്, ചാപ്റ്റർ 1, അധ്യായം 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്, അല്ലേ? പ്രാരംഭം എന്താണ്, പിന്നെ ശീർഷകം എന്താണ്, അതുപോലെ തന്നെ ഇതിന്റെ
എന്താ പറയുക, ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ തലക്കെട്ട്, എക്സ്റ്റെൻഡ് വ്യാപ്തി, കമൻസ്മെന്റ് എന്താണ് പ്രാരംഭം എന്നിവയെ പറ്റിയാണ് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഈ നിയമത്തിന്റെ പേരെന്താണ് ഉണ്ടോ? അതുപോലെ തന്നെ ഈ നിയമം എവിടെയെല്ലാം ബാധകമാണ് അല്ലേ? നമുക്കറിയാം ഹോൾ ഇന്ത്യ മുഴുവൻ ബാധകമാണ്. പിന്നെയോ കമൻസ്മെന്റ് എന്ന് മുതലാണ് ഈ നിയമം നിലവിൽ വന്നത് മുതലായ കാര്യങ്ങൾ. ചാപ്റ്റർ 4 അടുത്തത്, ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. NDPS ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ എന്തെല്ലാം, അതിനുള്ള ശിക്ഷ, പെനാൽറ്റീസ് എന്തെല്ലാം എന്നതാണ് പാർട്ട് 4 നിങ്ങളുടെ സിലബസിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. മൂന്നാമത്തെ ടോപ്പിക്ക് ഈ ചാപ്റ്റർ 4 തന്നെ സെക്ഷൻ 25 പറ്റിയാണ്. എന്താണ്? പനിഷ്മെന്റ് ഫോർ അലോയിങ് പ്രമിസസ് എക്സെട്ര ടു ബി യൂസ്ഡ് ഫോർ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ്. ഒരു കുറ്റകൃത്യം, NDPS ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുരയിടമോ പ്രദേശമോ പ്രത്യേക ഏരിയയോ വിട്ടു നൽകുന്ന ആളിന് ലഭിക്കുന്ന ശിക്ഷ 25. സെക്ഷൻ 27, പനിഷ്മെന്റ് ഫോർ കൺസംഷൻ ഓഫ് നാർക്കോട്ടിക് ഡ്രഗ് ഓഫ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. മയക്കുമരുന്നോ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ലഹരി വസ്തുക്കളോ മറ്റോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതിന് ലഭിക്കുന്ന ശിക്ഷയാണ് 27ാമത്തെ വകുപ്പിൽ പറയുക. സെക്ഷൻ 28, പനിഷ്മെന്റ് ഫോർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസസ്. കുറ്റകൃത്യം ചെയ്യാനുള്ള ശ്രമം, കുറ്റകൃത്യം ചെയ്തില്ല, കുറച്ച് മയക്കുമരുന്ന് മേടിച്ച് വെച്ചു, അടുത്ത ആഴ്ച ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു, എന്നാലും കുറ്റകൃത്യമാണ്. സെക്ഷൻ 28. അടുത്ത സെക്ഷൻ 31A, ഡെത്ത് പെനാൽറ്റി ഫോർ സർട്ടൻ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിൻഷൻ. ആവർത്തിക്കപ്പെടുന്ന ചില NDPS കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വരെ ലഭിക്കാം. അത്തരം കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്നത് 31A നമ്മൾ പഠിക്കും. 37, ഒഫൻസസ് ടു ബി കൊഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ. ഒരു കാരണവശാലും ജാമ്യം ലഭിക്കാത്തതും കൊഗ്നിസിബിൾ, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്ന വകുപ്പ് 37. അപ്പൊ 4ാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കുറ്റകൃത്യങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ പഠിക്കേണ്ടത്. മനസ്സിലാവും? ഈസിയാണ്, നമുക്ക് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് 5A, ചാപ്റ്റർ 5A എന്നറിയപ്പെട്ട ചാപ്റ്ററാണ് അടുത്തത്. അതിൽ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, നമുക്കറിയാം എന്താണ്, ഫോർജർ ഓഫ് ഇല്ലീഗൽ അക്വേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇല്ലീഗലി, നിയമവിരുദ്ധമായിട്ട് വസ്തുക്കളോ മറ്റ് പ്രോപ്പർട്ടികളോ തന്നെ കൈക്കലാക്കിക്കൊണ്ട് നടത്തുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവർത്തികൾ. അതുപോലെ തന്നെ സെക്ഷൻ 68F അടുത്തത് പറയുന്നു എന്താണ്, സീസർ ഓഫ് ഫ്രീസിംഗ് ഓഫ് ഇല്ലീഗലി അക്വേർഡ് പ്രോപ്പർട്ടി അല്ലേ? നമുക്കറിയാം ഇല്ലീഗലി അക്വേർഡ് പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി അക്വയർ ചെയ്യപ്പെട്ട വസ്തുവിലോ പുരയിടത്തിലോ റൂമിലോ ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളതാണ് സീസർ ആൻഡ് ഫ്രീസിംഗ്. നമുക്ക് അവിടെ നടത്തിയ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ അല്ലേ? ഇത്തരം മയക്കുമരുന്നും മറ്റും ആയിട്ടുള്ള ലഹരി വസ്തുക്കളുടെയൊക്കെ നിർമ്മാണത്തിനോ ഉപഭോഗത്തിനോ കച്ചവടത്തിനോ ഒരു റൂമൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ മയക്കുമരുന്നൊക്കെ വിൽക്കുന്നു, അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം കുറ്റകൃത്യമാണെന്ന് പറയുന്നു. അപ്പൊ നാർക്കോട്ടിക്സ് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇതാണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കിയാലോ? നോക്കുക, CPA പരീക്ഷ ചോദ്യമാണ്. മയക്കുമരുന്നിന്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാകുന്നതിന് കൊണ്ടുവന്ന പ്രത്യേക നിയമം. മയക്കുമരുന്നിന്റെ ദുരുപയോഗവും കള്ളക്കടത്തും അല്ലേ ശിക്ഷാർഹമാക്കുന്നതിന്, അത് പനിഷ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമം അല്ലേ? നമുക്ക് നിയമത്തിന്റെ പേര് വേറെ ചർച്ച ചെയ്യേണ്ടതില്ല. ഇത് തന്നെ ഇന്ന ശിക്ഷാ നിയമമല്ല, ഇതാണ് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമം എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ നിയമത്തിന്റെ പ്രാരംഭം നമ്മൾ പറഞ്ഞില്ലേ, സിലബസിൽ 1ാമത്തെ ചാപ്റ്റർ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ്. അതിലെന്താ പറയുക നോക്കുക, ഇങ്ങോട്ട് നോക്കുക നിങ്ങൾ. NDPS ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 985 സെപ്റ്റംബർ 16 ഉണ്ടോ? 985 സെപ്റ്റംബർ 16 NDPS ആക്ടിന്, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് സെപ്റ്റംബർ 15. NDPS ആക്ടിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ് എന്ന രാഷ്ട്രപതിയാണ് NDPS ആക്ടിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഈ നിയമം നിലവിൽ വന്നത് 985 നവംബർ 14. 985 നവംബർ 14, 85 നവംബർ 14 ഈ നിയമം നിലവിൽ വന്നു. അപ്പൊ 85 സെപ്റ്റംബർ 16 രാഷ്ട്രപതി ഒപ്പുവെച്ചു. നിലവിൽ വന്ന ഡേറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം. കമൻസ്മെന്റ് എന്ന് കൊടുത്തിരിക്കുന്നു. എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 985 നവംബർ 14. ഓക്കെ അല്ലേ? യെസ്. NDPS ആക്ടിൽ ആകെ എത്ര സെക്ഷനുകളുണ്ട്, അല്ലെങ്കിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്, എത്ര അധ്യായങ്ങളുണ്ടെന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഓർത്തിരിക്കണം, ഈ നിയമത്തിൽ NDPS ആക്ടിൽ ആകെ 83 വകുപ്പുകൾ, സെഷൻസും 6 അധ്യായങ്ങളിലും ഒരേ ഒരു ഷെഡ്യൂളുമാണ് നിലവിലുള്ളത്. ഒറ്റ ഷെഡ്യൂളേ ഉള്ളൂ. കണ്ടോ? ഒരു ഷെഡ്യൂള്, 6 അധ്യായങ്ങളും അതിൽ 83 സെഷൻസുമാണ് NDPS ആക്ടിൽ ആകെ ഉള്ളത്. ഓർക്കുക,
NDPS ആക്ട് പ്രകാരം 1986 മാർച്ച് 17 നിലവിൽ വന്ന സ്ഥാപനം ഏത്? 85-ലെ NDPS ആക്ട് പ്രകാരം 86 മാർച്ച് 17 നിലവിൽ വന്ന സ്ഥാപനമാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹി. നിലവിൽ വന്ന ഡേറ്റ് 86 മാർച്ച് 17 ആണെന്ന് ഓർക്കുക അല്ലെ. അങ്ങനെ ചോദിക്കാം, ഞാൻ നിങ്ങളും 2024 സായന്തനത്തിൽ 2025 തുടക്കത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ആരാണ് നിലവിൽ ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ തലവൻ? ഇന്ത്യയുടെ നിലവിലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? പേര് മറക്കല്, അനുരാഗ് ഗാർഗ് ആണ്. അനുരാഗ് ഗാർഗ് ആണ് നിലവിലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ചീഫ്, അല്ലെങ്കിൽ ആരെന്നറിയപ്പെട്ടു ഡയറക്ടർ ജനറൽ. ഓക്കെ. NDPS ആക്ട് ഏതെല്ലാം വർഷങ്ങളിൽ ഭേദഗതി ചെയ്തു? 1988 ഒന്നാം ഭേദഗതി, 2001 2014 NDPS ആക്ട് ഭേദഗതി ചെയ്തു എന്ന് മറക്കാതിരിക്കുക. അപ്പൊ ഡേറ്റ് ഓർത്ത് വെച്ച്, NDPS ആക്ട് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 1985 സെപ്റ്റംബർ മാസം എത്രാം തീയതിയാണ്? 16-ാം തീയതി. സെപ്റ്റംബർ മാസം 16-ാം തീയതി. എന്നാൽ നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്ന് ചോദിച്ചാൽ 85 തന്നെ നവംബർ മാസം 14-ാം തീയതിയാണ്. അതുപോലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്ന സ്ഥാപനം നിലവിൽ വന്നത് തൊട്ടടുത്ത വർഷം 86 മാർച്ച് മാസം 17-ാം തീയതിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണെന്ന് ഓർക്കണം. ആരാണ് ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നിലവിലെ തലവൻ അല്ലെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ആരാണ്? അനുരാഗ് ഗാർഗ് ആണ് എന്ന് ഓർത്തിരിക്കുക. നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ? നോക്കുക, വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ച വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ സെക്ഷൻ 31A പ്രകാരം നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ എന്ത്? ആവർത്തിക്കുന്ന ചോദ്യം. വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ സെക്ഷൻ 31A പ്രകാരം നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ എന്ത് എന്നാണ് ഓപ്ഷൻ എ ജീവപര്യന്തം തടവ്, ഓപ്ഷൻ സി വധശിക്ഷ, ഓപ്ഷൻ ബി 10 വർഷം വരെ കഠിന തടവ്, ഓപ്ഷൻ ഡി 7 വർഷം തടവ്. എന്തായിരിക്കും? NDPS ആക്ട് പ്രകാരം ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ 31A എന്ന വകുപ്പ് പ്രകാരം, ഓർക്കണം, NDPS ആക്ടിൽ വധശിക്ഷ പ്രതിപാദിക്കുന്ന ഒരു വകുപ്പാണ് 31A. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വധശിക്ഷ എന്നതാണ് ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വധശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റവും ഉണ്ട് NDPS ആക്ടിൽ നിന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം 31A എന്ന വകുപ്പിനെ കുറിച്ച് എന്താണ് നിയമത്തിൽ പറയുക. നോക്കുക, ഡെത്ത് പെനാൽറ്റി ഓഫ് സർട്ടൻ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവെൻഷൻ. 2 അതിൽ കൂടുതലോ വീണ്ടും ആവർത്തിക്കുന്ന NDPS ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഡെത്ത് പെനാലിറ്റി, വധശിക്ഷ നൽകുന്നതിനെ പറ്റി പറയുന്ന വകുപ്പ് മറക്കരുത്. NDPS ആക്ടിൽ ഏത് വകുപ്പാണ്? 31A. ഇപ്പോഴേ പഠിച്ചു വെക്കണം, 31A ആണ്. മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള ചില കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷയെ പറ്റി പരാമർശിക്കുന്നു. സെക്ഷൻ 19, സെക്ഷൻ 24, 27A പ്രകാരമോ മയക്കുമരുന്ന്, ലഹരി പദാർത്ഥം എന്നിവയുടെ വാണിജ്യ അളവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് മുമ്പൊരിക്കൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിക്കുകയോ നേരിട്ടോ അല്ലാതെയോ സാമ്പത്തിക സഹായം നൽകിയാലോ ആ വ്യക്തിയെ 31A പ്രകാരം വധശിക്ഷയിൽ കുറയാത്ത ശിക്ഷയ്ക്കോ അല്ലെങ്കിൽ പരാമർശിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക്, അതായത് ഈ അതാത് സെക്ഷൻസിൽ ഇപ്പൊ 27A പറഞ്ഞില്ലേ, 24 പറഞ്ഞു, 19 അതിൽ പറയുന്ന ശിക്ഷയിൽ കുറയാത്ത ശിക്ഷയും പരമാവധി എന്തുവരെ? വധശിക്ഷ വരെ, അല്ലെ, വധശിക്ഷയ്ക്കോ വിധേയമാക്കാവുന്നതാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ഏത് വകുപ്പാണ് വധശിക്ഷ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ 31A എന്ന വകുപ്പാണ് എന്ന് ഓർക്കുക. അപ്പൊ ഇവിടെ മറ്റു ചില വകുപ്പുകൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? സെക്ഷൻ 19, പിന്നെ സെക്ഷൻ 24, സെക്ഷൻ 27A. 19, 24, 27A പ്രകാരമോ മയക്കുമരുന്ന്, ലഹരി പദാർത്ഥം എന്നിവയുടെ വാണിജ്യവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കോ മുമ്പൊരിക്കൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകിൽ സെക്ഷൻ 19, 24, 27A പ്രകാരമോ ഉള്ള കുറ്റകൃത്യം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ വാണിജ്യവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ മുൻപൊരിക്കൽ
ശിക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കുന്നു, സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് അങ്ങനെയുള്ള വ്യക്തികൾ, അല്ലേ? അതുകൊണ്ടാണ് അവർക്ക് പരമാവധി ശിക്ഷ എന്ത്? വധശിക്ഷ ലഭിക്കാവുന്നത്. അപ്പൊ നോക്കുക, നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷനുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു ചോദ്യമാണ്, 1985 നാർക്കോട്ടിക് സെക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, ഏത് വകുപ്പ് പ്രകാരമാണ്? 31A അല്ലേ സെക്ഷൻ. എത്ര ചോദ്യങ്ങളാണ് നോക്കണേ. അപ്പൊ 31A പഠിച്ചു വെച്ചല്ലോ നിങ്ങൾ, വധശിക്ഷയാണ് എന്ന കാര്യം ഓർക്കണം. അപ്പൊ നമ്മൾ ചില പ്രത്യേക വകുപ്പുകൾ പരാമർശിച്ചു. ഏതൊക്കെയാണ് നോക്കുക. അടുത്തൊരു ടോപ്പുക, 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും ഓർക്കണം, മറക്കരുത്. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും ഡാഷ് ആണ്. ഓപ്ഷൻ എ കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാവുന്നതുമാണ്. ഓപ്ഷൻ ബി നോൺ കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. ഓപ്ഷൻ സി കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഒന്നുകൂടെ നോക്കണേ. ഓപ്ഷൻ കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാവുന്നതുമാണ്. തെറ്റല്ലേ? ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളല്ല എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായി. പിന്നെയോ നോൺ കൊഗ്നിസബിൾ ജാമ്യം ലഭിക്കാത്തതുമാണ്. ജാമ്യം ലഭിക്കുന്നില്ല, ഓക്കെ, നോൺ കൊഗ്നിസബിൾ ആണ്, അത് തെറ്റല്ലേ? എന്താണ് കൊഗ്നിസബിൾ ആൻഡ് നോൺ കൊഗ്നിസബിൾ? അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്, അതാണ് കൊഗ്നിസബിൾ, അല്ലേ? അറസ്റ്റ് ഓൺലി വിത്ത് വാറണ്ട് ഓർ എനി ഓർഡർ ഫ്രം ദി മജിസ്ട്രേറ്റ്, അതിനെയാണ് നോൺ കൊഗ്നിസബിൾ എന്ന് പറയുക. ഒരു മജിസ്ട്രേറ്റിന്റെ ഉത്തരവോ വാറണ്ടോടുകൂടിയോ മാത്രമോ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളാണ് നോൺ കൊഗ്നിസബിൾ. എന്നാൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവോ വാറണ്ടോ ഒന്നുമില്ലാതെ ഒരു പ്രതി അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യമാണ് എന്നറിയപ്പെടുന്നത് കൊഗ്നിസബിൾ, അല്ലേ? അപ്പൊ ഇത് നോൺ കൊഗ്നിസബിൾ ആണെന്നുള്ള പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ സി കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. ശരിയല്ലേ? ഇത് ശരിയായ പ്രസ്താവനയാണ്. കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ് എന്ന പ്രസ്താവന ശരിയാണ്. കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. മനസ്സിലാവുന്നുണ്ടോ? കൊഗ്നിസബിൾ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. മനസ്സിലാവുന്നുണ്ടോ? NDPS ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം, ഒരുത്തന്റെ കയ്യിൽ എന്തെങ്കിലും മയക്കുമരുന്നോ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഇരിക്കുന്നു, ആ കാര്യത്തിന് പിന്നെ പോലീസിന് കോടതിയുടെ ഉത്തരവിന്റെ ആവശ്യമുണ്ടോ? പോയി അറസ്റ്റ് ചെയ്തൂടെ? അതുകൊണ്ട് കൊഗ്നിസബിൾ ആണ്. ജാമ്യം ലഭിക്കാത്തതാണ്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ജാമ്യം ലഭിക്കാത്തത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സ്മോൾ ക്വാണ്ടിറ്റി NDPS ആക്ട് പ്രകാരമുള്ള സ്മോൾ ക്വാണ്ടിറ്റി ബെയിലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു വാക്ക് കണ്ടോ? ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും എന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? NDPS ആക്ട് പ്രകാരമുള്ള ശിക്ഷാർഹമായ പനിഷബിൾ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്മോൾ എമൗണ്ട് ആയിരിക്കില്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ അതെന്താണ്? കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ് എന്നത് ശരിയായ ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോ ഈ നിയമത്തിലെ സെക്ഷൻ 37 പറയുന്നത് എന്താണ്? കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റങ്ങളെ പറ്റി പരാമർശിക്കുന്നു. അപ്പോൾ ഏത് വകുപ്പിലാണ്? NDPS ആക്ടിലെ ഏത് വകുപ്പിലാണ് കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 37ാമത്തെ വകുപ്പിലാണ്. ഈ ആക്ട് പ്രകാരമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എന്താണ്? കൊഗ്നിസബിൾ ആണ്. അപ്പൊ NDPS ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 37 പ്രതിപാദിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും എന്താണ്? കൊഗ്നിസബിൾ ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷ എതിർക്കുകയും കോടതിക്ക് പ്രസ്തുത വ്യക്തി ജാമ്യ കാലയളവിൽ മറ്റൊരു സമാന കുറ്റകൃത്യം നടത്തില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒഴികെ സെക്ഷൻ 19, 24, 27A തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് ജാമ്യം ലഭിക്കുന്നതല്ല. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, ഈ 19, 24, 27A എന്നീ വകുപ്പുകൾ എന്തോ NDPS ആക്ട് പ്രകാരമുള്ള ഒരു എന്താ പറയുക തീവ്രമായ കുറ്റകൃത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? എടുത്തു പറയുന്നുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷ എതിർക്കുകയും കോടതിക്ക് പ്രസ്തുത വ്യക്തി ജാമ്യ കാലയളവിൽ മറ്റൊരു സമാന കുറ്റകൃത്യം നടത്തില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒഴികെ സെക്ഷൻ 19, 24, 27A തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്കും ജാമ്യം ലഭിക്കുന്നതല്ല എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് ഈ 19, 24, 27A? കഠിനമായ കുറ്റകൃത്യമാണല്ലോ. 19 പറയുന്നത് പോപ്പി കൃഷി ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസ് ഉള്ള വ്യക്തി കൃഷിയിലൂടെ ലഭിക്കുന്ന കറുപ്പോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ അനധികൃതമായി എടുത്താൽ 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയ്ക്കും
1 മുതൽ 2 ലക്ഷം വരെയുള്ള പിഴത്തൊഴിക്കും ലഭിക്കുമെന്ന് പ്രതിപാദിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ന് പോപ്പി കൃഷി ചെയ്യാൻ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഈ പ്രത്യേക അനുമതിയോടുകൂടി കൃഷി ചെയ്യേണ്ട ചില ഉൽപ്പന്നങ്ങളുണ്ട്. അതിലൊന്നാണ് പോപ്പി കൃഷി ചെയ്യുക. അപ്പം നമ്മുടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടുവളപ്പിലൊക്കെ ചന്ദന മരങ്ങൾ നടുമ്പോൾ നമുക്ക് സർക്കാരിൻ്റെ ലിസ്റ്റ് ചെയ്യപ്പെട്ട മരങ്ങളായിരിക്കണം, അനധികൃതമായിട്ട് വളർത്താൻ പാടില്ല. സർക്കാർ കൊണ്ടുപോകത്തൊന്നുമില്ല ചന്ദന മരം, എന്നാലും സർക്കാരിൻ്റെ അറിവുണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെ പോപ്പി കൃഷി ചെയ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസ് ഉള്ളൊരു വ്യക്തി ആ ലൈസൻസ് അനധികൃതമായി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ കൃഷിയിലൂടെ ലഭിക്കുന്ന കറുപ്പോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരം ഭാഗങ്ങളോ അതിൻ്റെ ഉപോൽപ്പന്നങ്ങളോ ഒക്കെ തന്നെ വ്യാജമായിട്ട് അനധികൃതമായിട്ട് എടുക്കുന്നു, കച്ചവടം ചെയ്യുന്നു, സ്വന്തമായിട്ട് കൈവശം വയ്ക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയാണ്. അപ്പം മിനിമം ശിക്ഷ 10 വർഷം, പരമാവധി 20 വർഷം തടവാണ്. നോക്കണേ, കഠിനമായ ശിക്ഷയാണ്. അല്ലെങ്കിൽ പിഴ മിനിമം എത്ര? 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും. മിനിമം പിഴ 1 ലക്ഷം രൂപ, പരമാവധി 2 ലക്ഷം രൂപ വരെ പിഴയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത വകുപ്പ് 24 സെക്ഷൻ 24 പറയുന്നു, കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ, കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ 10 വർഷം മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പിഴയും ലഭിക്കാം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ 19 പറഞ്ഞു പോപ്പി കൃഷി ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. മിനിമം ശിക്ഷ 10 വർഷം, പരമാവധി 20 വർഷം, പിഴ എത്ര? 1 to 2, 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ. ഇവിടെയും സെക്ഷൻ 24 മാറ്റമില്ല. മിനിമം ശിക്ഷ 10 വർഷം, പരമാവധി 20, പിഴ എത്രയാ? മിനിമം ശിക്ഷ, മിനിമം പിഴ 1 ലക്ഷം രൂപ, പരമാവധി 2 ലക്ഷം. എന്താണ് കുറ്റകൃത്യം? എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ അല്ലേ, കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ അനധികൃതമായി വിദേശ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും വസ്തുക്കളോ ഒക്കെ തന്നെ കച്ചവടത്തിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷയാണ് 10 വർഷം മിനിമം, പരമാവധി 20 വർഷം, പിഴയോ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയാണെന്നും അവിടെ ഓർത്തിരിക്കണം. അടുത്തത് 27A ആണ്. സെക്ഷൻ 27 27A. അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുകയോ, അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുകയോ കുറ്റവാളികൾക്ക് അഭയം നൽകുകയോ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയും 10 വർഷം മുതൽ 20 വർഷം വരെ തടവും, മിനിമം പിഴ 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെയാണല്ലോ. അപ്പോൾ 19 സെക്ഷൻ 19 സെക്ഷൻ 24 27 3 കുറ്റകൃത്യങ്ങൾക്കും ലഭിക്കുന്ന ശിക്ഷ സെയിമാണ്. മിനിമം 10 വർഷം, പരമാവധി 20 വർഷമാണ്. പിഴയോ മിനിമം 1 ലക്ഷം, പരമാവധി 2 ലക്ഷം രൂപ. ഓക്കെയാണോ പറഞ്ഞത്? അപ്പൊ അവസാനം പറഞ്ഞ 27 എന്താ? അനധികൃതമായി ലഹരിക്കടത്തിന് ധനസഹായം നൽകുക, ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകുക, പ്രതികളെ സംരക്ഷിക്കുക, അവർക്ക് സംരക്ഷണം ഒരുക്കുക, അഭയം നൽകുക, ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെല്ലാം തന്നെയുള്ള ശിക്ഷയാണ് പറഞ്ഞത്. ഓക്കെയാണല്ലോ. പെട്ടെന്നൊരു ചോദ്യം നോക്കുക. നർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 സെക്ഷൻ 37 പഠിച്ചു നമ്മൾ. 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വാക്യങ്ങൾ ഏറ്റവും ശരിയായി തിരഞ്ഞെടുക്കുക. ജാമ്യത്തെ കുറിച്ചാണ്. NDPS ആക്ടിലെ കുറ്റകൃത്യങ്ങൾ നമ്മൾ പറഞ്ഞു നോൺ ബെയിലബിൾ ആണ് അല്ലേ. എന്നാൽ ജാമ്യം ലഭിക്കണമെങ്കിൽ ഓപ്ഷൻ എ, പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. അതിന് ഏത് കണ്ടീഷൻ ആണെങ്കിലും അവസരം ഉണ്ട്. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ വാദിഭാഗം. വാദിഭാഗത്തിന് ഈ പ്രതിക്ക് ജാമ്യം വേണമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ അവകാശമില്ലേ? ഉണ്ട്. ഇതെന്തായാലും ഒന്ന് എ ശരിയാണ്. പിന്നെയോ ബി, ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം. ന്യായമായ കാര്യങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം. കോടതിക്ക് ഉത്തമ ബോധ്യം വരണം. ഈ പ്രതി അല്ല കുറ്റകൃത്യം ചെയ്തത്, പ്രതിക്ക് കുറ്റകൃത്യമായി ബന്ധമില്ലെന്ന് ബോധ്യപ്പെടണം. അങ്ങനെയെങ്കിൽ എന്താണ് പറയുക? ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അപ്പൊ രണ്ടും ശരിയാണ്. സി, ഓപ്ഷൻ എ ആൻഡ് ബി. ഓപ്ഷൻ ഡി, ഓപ്ഷൻ എ ആൻഡ് ബി കൂടാതെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കണം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമുള്ള കാര്യങ്ങൾ ഇവിടെ പാലിക്കേണ്ടതില്ല. NDPS ആക്ടിന് ബാധകമല്ല. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരി. ഓപ്ഷൻ എ ആൻഡ് ബി എന്നാണ് ശരി. അപ്പോൾ എയും ബിയുമാണ് ശരി. അപ്പോൾ
ഒന്ന്, പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. 2, ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം എന്നീ കാര്യങ്ങളാണ്. CRPCയിലെ പല വ്യവസ്ഥകളും NDPS ആക്ടിൽ ബാധകമാകാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? പല കാര്യങ്ങളും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള കാര്യങ്ങളൊന്നും തന്നെ ബാധകമാകാൻ പറ്റില്ല. കാരണം NDPS ആക്ട് ഒരു പ്രത്യേക എന്താ ലക്ഷ്യം എന്താണ്? മയക്കുമരുന്നിന്റെ അനധികൃതമായ കച്ചവടം, അനധികൃതമായ ഉപയോഗം, അല്ലെ, ഇത്തരം കാര്യങ്ങളെ ചെറുക്കുക, തടയുക, ഇല്ലാതാക്കുക, ഇതാണ് ഈ ആക്ടിന്റെ ലക്ഷ്യം എന്ന കാര്യം കൂടി നമ്മളിവിടെ ഓർത്തിരിക്കണം. അപ്പോൾ നിങ്ങളെ ഇതാ പോലീസ് ഡ്രൈവർ മാടി വിളിക്കുന്നു. ഈ വരുന്ന 22-ാം തീയതി ഡിസംബർ 22 ഞായറാഴ്ച കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ക്യാമ്പസിൽ വെച്ച് കാക്കനാട് വെച്ചിട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ മികച്ച അധ്യാപകരുടെ എല്ലാം സാന്നിധ്യത്തിൽ നിങ്ങളെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓഫ്ലൈനായി തന്നെ നേരിട്ട് പരിശീലനം നൽകുകയാണ്. പോലീസ് ഡ്രൈവർ പരീക്ഷ എങ്ങനെ സാധ്യമാക്കാം, എങ്ങനെ വിജയിക്കാം എന്ന വിഷയത്തിൽ. അപ്പോൾ ഈ ഒരു ഓഫ്ലൈൻ ക്യാമ്പസിൽ അണിചേരാൻ, ഈ ഒരു ക്ലാസ്സിൽ, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കും അവസരമുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ പരിശീലന ക്ലാസ്സിലും വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.